എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. മറ്റന്നാൾ കേസ് പരിഗണിക്കും. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തത് 26 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ആശുപത്രി ആക്രമിച്ച കേസിൽ അന്വേഷണം പോലീസ് ഡിറ്റക്റ്റീവ് വിഭാഗം ഏറ്റെടുക്കുകയും ചെയ്തു. കൊൽക്കത്തയിൽ ഡോക്ടറെ ക്രൂര ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച 10:30 കേസ് പരിഗണിക്കും. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 3-ാം ദിവസവും CBI ചോദ്യം ചെയ്യുകയാണ്. സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി CBI ഉടൻ കോടതിയെ സമീപിക്കും. ഇയാളെ CBI പ്രത്യേക സംഘം മാനസികാരോഗ്യ പരിശോധന നടത്തി. കൊൽക്കത്ത പോലീസിനെ സമൂഹമാധ്യമങ്ങളിലൂടെ വിമർശിച്ച TMC MP സുകേന്ദു ശേഖർ റോയ്, DYFI നേതാവ് മീനാക്ഷി മുഖർജി തുടങ്ങി നിരവധി പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ആശുപത്രി ആക്രമണ കേസ് കൊൽക്കത്ത പോലീസ് ഡിറ്റക്റ്റീവ് വിഭാഗം ഏറ്റെടുത്തു. ആക്രമണത്തിൽ 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ ഇതുവരെ 32 പേരെ അറസ്റ്റ് ചെയ്തു. 24 കൊൽക്കത്ത.